ജയഭാരതി ആദ്യത്തെ രതി നിർവേദത്തിൽ അഭിനയിച്ചു. ശ്വേതാ മേനോൻ രണ്ടാമത്തെ രതി നിർവേദത്തിലും. ജയഭാരതിയുടെ അഭിനയം തീർച്ചയായും അങ്ങ് ശ്രദ്ധിച്ചു കാണും. അങ്ങ് ഒരു പക്ഷേ ആ സിനിമ 1 or 2 തവണ പോലും ഇതിനു വേണ്ടിയും അതിനു മുമ്പും കണ്ടു കാണും. സ്ത്രൈണമായ സമീപനങ്ങൾ കഥാസന്ദർഭങ്ങളോട്, അത് നടിമാരുടെ നിലപാടുകളുമായി, അല്ലെങ്കിൽ നടിമാർ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലം, അവർ അനുശീലിച്ചു വന്ന ചില ജീവിത ഭാവങ്ങൾ, ഇതൊക്കെയായി വളരെ അഗാധമായ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, ജയഭാരതിയുടെ അഭിനയ സാധ്യതകൾ ശ്വേതയുടെ കാലത്തിലേക്കും ശ്വേതയിലേക്കും എത്തിയപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങ് എന്തെങ്കിലും പുതിയ വ്യാകരണങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ശ്വേതയെ സംബന്ധിച്ച് ശ്വേതയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ജീവിത രീതികൾ തീർച്ചയായിട്ടും ഒരു നാട്ടുപ്രദേശമായിട്ട് ഇഴിച്ചിരുന്നതല്ല ബേസിക്കലി. അപ്പോൾ ഇപ്പോൾ ഒരു പാവടയും ബ്ലൗസും അല്ലെ ഹാഫ്സാരി ഇട്ട് നടക്കുക എന്ന് പറയുന്നത്, നാട്ടുപ്രദേശത്തൂടെ നടക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴുള്ളൊരു ബോഡി ലാംഗ്വേജ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ ശ്വേതയായിട്ടുള്ള ഈ സിനിമ ചെയ്യാനുള്ള തീരുമാനം എടുക്കുമ്പോഴുള്ള എൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിവതും ഈ നാട്ടുപ്രദേശത്തുകാരി ആവാനായിട്ടുള്ള ഒരു ട്രാൻസിഷൻ വേണം. അത് ഒരു ദിവസം രാവിലെ കൊണ്ട് ആ ട്രാൻസിഷൻ ഉണ്ടാവത്തുമില്ല. അപ്പോൾ ചില ഒബ്സർവേഷൻസ് അതിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടുപ്രദേശത്ത് നടന്നു പോകുമ്പോൾ ഒരു ചെടി കണ്ടാൽ ചിലപ്പോൾ ചെടി ഒന്ന് തട്ടുക എന്നൊക്കെ ഉള്ളത് ഒരു പട്ടണത്തിലുള്ള ഒരാൾക്ക് അത് ശീലം ഉണ്ടാകുന്ന കാര്യമല്ല. പിന്നെ അവിടെ നടക്കുന്ന മണ്ണിൽ ചവിട്ട് നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് പൊതുവെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോഗ്രഫി ഇതായിരിക്കും, നമ്മൾ ഓണാട്ടുകാർ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ. അപ്പോൾ അവിടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെയും ശ്വേത ചെയ്തിരുന്നത് ഈ ഷോട്ട്സിനിടയിൽ അവിടെയുള്ള നാട്ടുകാരും അല്ല ആ വീട്ടിലെ അമ്മമാരും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അവരുമായിട്ടുള്ള അത്തരത്തിലൊരു ഒരു പർപ്പസ്ഫുൾ ആയിട്ടൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. കാര്യം ശ്വേതയുടെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ്, ശ്വേതയുടെ ബോഡി ലാംഗ്വേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈയിടെ എനിക്ക് തോന്നി ശ്വേതയ്ക്ക് ആ സിനിമയ്ക്ക് ശേഷം കുറെ കൂടെ മലയാളികളുടെ ബോഡി ലാംഗ്വേജ് ഇപ്പം അത് അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും കൂടുതലായിട്ട് വീണ്ടും അത് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ പഴയ ഒരു ബോഡി ലാംഗ്വേജ് എന്നൊക്കെ ശ്വേതയ്ക്ക് ഒരു മലയാളിയുടെ ബോഡി ലാംഗ്വേജിലേക്ക് ഇപ്പോൾ കൂടുതൽ അടുത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ശ്വേത ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു സിനിമയാണ്. ഒരു സംവിധാനം എന്നുള്ള സിനിമ, ആ സിനിമയുടെ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി നോക്കേണ്ടിരുന്ന വിഷയം അത് തന്നെയായിരുന്നു. കാര്യം എനി ടൈം ഒരു മോഡേണിറ്റിയിലേക്ക്, വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജിലേക്ക് വരാൻ സാധ്യത ശ്വേതയുടെ ജീവിത രീതിക്കുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആക്കാൻ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. 21ഓളം സിനിമകൾ, 17 മലയാള ചിത്രങ്ങൾ, 4 ഹിന്ദി ചിത്രങ്ങൾ, ഇതിൽ ഒരു ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ സഹസംവിധാനം. പ്രേക്ഷകരുടെ അറിവിലേക്ക് തീർച്ചയായും ടി.കെയുടെ സംഭാവനകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 1994 തൊട്ട് നിരവധി ഡോക്യുമെന്ററികൾ, പരസ്യചിത്രങ്ങൾ, കോർപ്പറേറ്റ് ചിത്രങ്ങൾ. ഇത് പറയാൻ കാരണം, ഇത് പറയാൻ മാത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിന്റെ നിർവഹണത്തിൽ പോലും ദൃശ്യകലാസാധ്യതയുടെ ഒരു സിനിമാറ്റിക് ടച്ച് അദ്ദേഹം ഉപാസിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. 1995 തൊട്ട് തന്നെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ സ്റ്റേജ് ഷോകൾ, അവയുടെ പ്രത്യേകത പ്രമുഖ സർഗ വ്യക്തിത്വങ്ങളും മുൻനിര താരങ്ങളും കലാപ്രതിഭകളുമൊക്കെ പങ്കെടുത്ത പ്രധാനപ്പെട്ട ചില ദൃശ്യവിരുന്നുകളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഉണ്ടായത്. അമേരിക്ക, ഗൾഫ് തുടങ്ങി വിദേശങ്ങളിലും വിപുലമായ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങൾക്കുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ ഒന്ന് പെട്ടെന്ന് കണ്ണോടിക്കുകയാണ് അദ്ദേഹവുമായി അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ. ചാണക്യനെ കുറിച്ച്, ചാണക്യൻ തീർച്ചയായിട്ടും അതിൽ കമൽഹാസൻ, ഊർമിള മറ്റോൻകർ, അതെ, ജയറാം സിതാര, കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, ഫിലിം ഫെയർ മികച്ച സംവിധാനത്തിനുള്ള ആദ്യത്തെ ചിത്രം, അതെ, അതിന് തന്നെ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ്. എത്രത്തോളം അങ്ങ് എക്സൈറ്റഡ് ആയിരുന്നു? ചാണക്യന് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ജിജോയുടെ ഒരു സഹായി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുമ്പിൽ 2 ചലഞ്ചസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഒന്ന്, ജിജോയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വന്ന ചിത്രങ്ങളിൽ നിന്ന് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു വിഷയം, അത് ഏത് തരത്തിൽ വ്യത്യസ്തമായി പറയാമെന്നുള്ള ഒരു ആദ്യ സംവിധാനം എന്ന നിലയ്ക്ക് വളരെ റോയാണ്. ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സിനിമ ഒന്ന് 3D ആണ്,
പിന്നെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയാണ്. സിനിമാസ്കോപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് ചെയ്യുമ്പോഴാണ്, അന്നാണ് ആ ക്യാമറ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് സീൻസ് ഞാൻ സ്റ്റോറി ബോർഡ് ചെയ്തായിരുന്നു. അതായത് എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി, എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ചാണക്യനെ സംബന്ധിച്ച് ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കോൺഫിഡൻസ് തന്നത്, ഫസ്റ്റ് ഷോട്ട് ഞാൻ മധുസാറിലാണ് എടുക്കുന്നത്. മധുസാർ ഇങ്ങനെ ഇരിക്കുന്നു, ക്യാമറ ലോ ആംഗിളിൽ ഞാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ക്യാമറയ്ക്കൊന്നും വ്യൂ ഫൈൻഡർ തിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാവരും തറയിരിക്കുകയാണ്. ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ നേരത്ത് സ്റ്റാർട്ട് ക്യാമറ പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ എല്ലാ കണ്ണുകളും എന്നിലേക്ക് നോക്കുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ. എടുക്കാൻ തുടങ്ങുമ്പോൾ മധുസാർ പറഞ്ഞു, ഒരു സെക്കൻഡ്, ഇത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് എങ്ങോട്ടേക്കായിരിക്കും കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വേണമെങ്കിൽ പതറാവുന്ന ഒരു മൊമെൻ്റാണ്. കാര്യം നമ്മുടെ ആദ്യത്തെ സിനിമ, മധുസാറിനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ. ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സ്റ്റോറി ബോർഡ് സാറിന് കൊടുത്തു. സാറിങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു പറഞ്ഞു, ഗുഡ്, ഇങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, തുടങ്ങാം എന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കും എനിക്ക് ആ പടത്തിലുള്ള എനിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് തന്നത്. മധുസാറിൻ്റെ ആ ഒരു പാറ്റിംഗ് ഉണ്ട്, ഒരു പ്രോത്സാഹനം. അത് ആ പാറ്റിംഗ് ശരിക്കും നമുക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ആദ്യത്തെ എക്സൈറ്റ്മെന്റ്. 2, കമലഹാസൻ എന്നുള്ള ആക്ടർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ആക്ടറിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഹൈലി പ്രൊഫഷണൽ, പിന്നെ ആക്ടറുടെ കോൺട്രിബ്യൂഷൻ മാത്രം ചെയ്യുന്ന ഒരു ആക്ടറാണ്. പലപ്പോഴും കമലഹാസനെ പറ്റി ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം ഡയറക്ടറുടെ പല കാര്യങ്ങളിൽ ഇടപെടുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടെങ്കിൽ പോലും ഞാനന്ന് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നിയത്, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സീൻ എങ്ങനെ, അതിന്റെ മൈനർ ഡീറ്റെയിൽസ് പോലും ഒരു ആക്ടർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും 24 മണിക്കൂറും ഇത് മാത്രമേ ചിന്തയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടർക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ട്. അതായത് നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. കാര്യം ഹി വിൽ ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. നല്ല ലിസണറാണ്. അപ്പം നല്ല ലിസണർ ആകുമ്പോൾ നമ്മൾ കൃത്യമായി ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിൽ നിന്ന് സത്യത്തിൽ അയാൾ നമ്മൾ പറയാതെ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും, പക്ഷേ ഈ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ അതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇത് ഞാൻ പലപ്പോഴും ഇങ്ങനെ അന്തം വിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അദ്ദേഹം കരഞ്ഞഭിനയിക്കുന്ന സമയത്ത് നമുക്ക് കരച്ചിൽ വരും. പുള്ളി അഭിനയിക്കുന്ന ഓരോ ബോഡി ലാംഗ്വേജ് നമ്മളെ അത് കഥയുടെ ഒരു പ്രോഗ്രസ് പോലും, അല്ലെ എൻ്റെ ഷോർട്ട് ഡിവിഷൻ പോലും ഈ സ്റ്റോറി ബോർഡുകളൊക്കെ പതുക്കെ മാറാൻ തുടങ്ങി. കാര്യം ഈ ആക്ടറുടെ ഒരു കോൺട്രിബ്യൂഷൻ, കൂടെ തിലകൻ ചേട്ടൻ, 2 അന്തം വിട്ട ആക്ടേഴ്സ്, അതിൻ്റെ കൂടെ ജയറാം. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ്. ഒരു പരിധിവരെ ആർക്കും എന്നിലൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ. ആദ്യത്തെ സംരംഭം ആകപ്പാടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നവോദയ അപ്പച്ച സാറിനാണ്, അദ്ദേഹം നിർമ്മാതാവാണ്. പക്ഷേ എനിക്ക് ഈ കോൺഫിഡൻസ് പതുക്കെ തന്നുകൊണ്ടിരുന്നത് ഈ ആക്ടേഴ്സായിരുന്നു. അങ്ങനെ ആ സിനിമ സക്സസ്ഫുൾ ആകുന്നു എന്ന് പറയുന്ന ഘട്ടം എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുമ്പ് എനിക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് തരുന്ന ആള് കമലഹാസൻ. അതായത് ഈ ഷൂട്ടിംഗ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു തമിഴ് സിനിമ ഡയറക്റ്റ് ചെയ്യണം, അതിന് അഡ്വാൻസ് ആയിട്ട് നാളെ ഒരു പ്രൊഡ്യൂസർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ 2ാമത്തെ സിനിമയുടെ ഒരു അഡ്വാൻസ് കിട്ടി. ആ സിനിമ നടന്നില്ല, മറ്റ് കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസ് തരുന്നു. അപ്പം ഇത്രയും ആയപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് ഈ ഞാൻ ചെയ്യുന്ന എന്തോ കറക്റ്റായിട്ടുള്ള ജോലിയാണെന്നുള്ളൊരു തോന്നൽ, ഞാൻ ചെയ്യുന്ന ഷോർട്സുകൾ കറക്റ്റാണ് എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കൂടി. അങ്ങനെയാണ് ആ സിനിമ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് ഈ ബെസ്റ്റ് ഡയറക്ടർ കിട്ടുമ്പോഴും എന്നെ സംബന്ധിച്ച് അതൊരു എക്സസൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് സ്റ്റോറി ബോർഡ് ചെയ്തു, ഇത്രയും വലിയ ആക്ടേഴ്സുമായിട്ട് സഹകരിച്ചു, അതിൻ്റെ എല്ലാ കാര്യം മ്യൂസിക് അതിനകത്ത് ഞാൻ ചെയ്യുന്നത് എൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യം പടത്തിന് ഷൂട്ടിങ്ങിന് മുമ്പേ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു 14-16 മിനിറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് അത് പ്ലേ ബാക്ക് ചെയ്താണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്ത്. അതും എന്നുവെച്ചാൽ എൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി, ഷോർട്സിൻ്റെ ഒരു വൃദ്ധത്തിന് വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടാണ് സീനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനൊരു സിനിമയും അത്തരത്തിലുള്ള നിർമ്മാതാവും അത്തരത്തിലുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും എനിക്കുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സത്യത്തിൽ എനിക്കൊരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. അതിനൊരു അംഗീകാരം തീർച്ചയായും ഈ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലുണ്ടായ ഒരു അംഗീകാരമാണ്. ഞാനിപ്പോഴും അതിനെ അങ്ങനെയാണ് കാണുന്നത്. ആ ഒരു എക്സസൈസ് ആണ് എന്നെ
എന്നിലെ സംവിധായകനെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാനഗരം ശരിക്കും സംഭവിക്കുന്നത് KG ജോർജ് സാറിന് വേണ്ടി നിർമ്മിച്ചൊരു സിനിമയാണ്. അദ്ദേഹത്തിനെ അന്ന് സഹായിക്കണം എന്ന് തോന്നിയിട്ട് ശ്രീ മമ്മൂട്ടി തന്നെയാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. കാര്യം Jai Hind TV, for the family, for the nation.